വിക്ഷേപിച്ചത് 2023 ജൂലൈ 14 സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി. സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ആർട്ടിക്കിൾ 44. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് ജൂലൈ 14, 2023. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി 42. 44 എന്നിട്ട് ഈ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശം നീക്കം ചെയ്തു. മൗലിക കടമകൾ വന്നത് ആർട്ടിക്കിൾ 42-ലാണ്. ഇവിടെ 44 ഈ മൗലിക കടമകൾ എന്ത് ചെയ്തു? സ്വത്തവകാശങ്ങളെ നീക്കം ചെയ്തു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ, ഫസ്റ്റ് ചെയർമാൻ പഠിച്ചതാണ് നേരത്തെ, രംഗനാഥ് മിശ്ര. ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച് 1947 ജൂലൈ 22. ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1947 ജൂലൈ 22. വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സംസ്കൃതത്തിലാണ്. ജനഗണമനയാണെങ്കിൽ ബംഗാളി ഭാഷയല്ല. വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സംസ്കൃതം. ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം സത്യമേവ ജയതേ. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമാണ്. ഇന്ത്യയുടെ ദേശീയ മൃഗമല്ല. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ആനയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം 2005-ലാണ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? പാർട്ട് 4A. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? പാർട്ട് 4A. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? പാർട്ട് 4A. പാർട്ട് 4A. ഈ മൗലിക കടമകൾ ഏത് ആർട്ടിക്കിളിലാണ്? 42. മൗലിക കടമകൾ സ്വത്തവകാശം റിമൂവ് ചെയ്തത് ആർട്ടിക്കിൾ 44. ഭരണഘടന ഏത് ഭാഗത്താണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? പാർട്ട് 4A. റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾ അധികാരം നൽകുന്ന ഭരണഘടനാ ചുമതല അനുച്ഛേദം ആർട്ടിക്കിൾ 226. റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾക്ക് അധികാരം കൊടുത്തത് ഏത് ആർട്ടിക്കിളാണ്? 226. INA രൂപീകരിച്ചത് ആരായിരുന്നു? റാഷ് ബിഹാരി ബോസ്. INA രൂപീകരിച്ചത് ആരായിരുന്നു? റാഷ് ബിഹാരി ബോസ്. ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആര്? ലിട്ടൻ പ്രഭുവാണ്. ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി ദേശീയ ഭാഷാപത്ര നിയമം നടപ്പിലാക്കിയത് ആരാണ്? ലിട്ടൻ പ്രഭു. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രാമാബായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം ഏതായിരുന്നു? ശാരദാ സദൻ. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാബായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം ഏതായിരുന്നു? ശാരദാ സദൻ. ഇന്ത്യയുടെ അഭിമാന സ്ഥാപനമായ ISRO രൂപീകൃതമായ വർഷം 1969-ലാണ്. ISRO രൂപീകൃതമായ വർഷം 1969. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേമാതരം എടുത്തത് ഏത് കൃതിയിൽ നിന്നാണ്? ആനന്ദമഠം. വന്ദേമാതരം എടുത്തത് ഏത് കൃതിയിൽ നിന്നാണ്? ആനന്ദമഠം. അതേപോലെ തന്നെ ഈ വന്ദേമാതരം സംസ്കൃതത്തിലാണ് എഴുതിയത് കണ്ടല്ലേ, വന്ദേമാതരം ചിട്ടപ്പെടുത്തിയത് സംസ്കൃതം. എവിടുന്നാണ് എടുത്തത്? ആനന്ദമഠത്തിൽ നിന്ന്. ആരുടെ ജന്മദിനമാണ് നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദ്. നവംബർ 11 ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ഭാഗമല്ലാത്തത് ആര്? VP മേനോൻ. ഇതൊക്കെ മാറിയതാണ്, അത് പഴയതാണ്. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാരണങ്ങളെ ചോർച്ച സിദ്ധാന്തമായി ആവിഷ്കരിച്ചത് ആരാണ്? നമ്മൾ പഠിച്ചതാണ് ദാദാഭായ് നവറോജി. ഒരു സാമ്പത്തിക വിദഗ്ധനാണ് ദാദാഭായ് നവറോജി. അതായത് ബ്രിട്ടീഷുകാരുടെ
ബ്രിട്ടീഷുകാരാണ് ഇവിടുത്തെ പൈസ എല്ലാം എടുത്തുകൊണ്ടുപോയി അവരുടെ സ്ഥലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഇന്ത്യയിൽ ദാരിദ്ര്യരേഖയാക്കി മാറ്റിയതെന്ന് പറഞ്ഞൊരു സാമ്പത്തിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാദാഭായ് നവറോജിയാണ്. കപ്ലോട്ടിയ തമിഴൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വി.ഒ. ചിദംബരം പിള്ള. കപ്ലോട്ടിയ തമിഴൻ വി.ഒ. ചിദംബരം പിള്ള. ഒന്നുകൂടെ നമുക്ക് എല്ലാം ഒന്ന് നോക്കാം. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചതെന്ന് 2023 ജൂലൈ 14. സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് ആർട്ടിക്കിൾ 44. മൗലിക കടമകളെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഭേദഗതി 42. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് പ്രഥമ ചെയർമാൻ രംഗനാഥ മിശ്ര. ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിയമസഭ രൂപീകരിച്ചതെന്ന് 1947 ജൂലൈ 22. വന്ദേമാതരം ചിട്ടപ്പെടുത്തിയത് സംസ്കൃതം. ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം സത്യമേവ ജയതേ. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ആനയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം 2005. ഇന്ത്യൻ ഭരണഘടന ഏത് ഭാഗത്താണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? പാർട്ട് 4A. റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം 226. INA രൂപീകരിച്ചത് ആരായിരുന്നു? റാഷ് ബിഹാരി ബോസ് ആണ്. ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാദേശിക ഭാഷാ പത്രം നിയമം നടപ്പിലാക്കിയത് ആര്? ലിട്ടൺ പ്രഭുവാണ്. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാബായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം ഏതായിരുന്നു? ശാരദാ സദൻ. ഇന്ത്യയുടെ അഭിമാനമായ ISRO രൂപീകൃതമായ വർഷം 1969. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേമാതരം എഴുതുന്നത് ഏത് കൃതിയിൽ നിന്നാണ്? ആനന്ദമഠം. ആരുടെ ജന്മദിനമാണ്? നവംബർ 11. ആരുടെ ജന്മദിനമാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? സംസ്ഥാനത്ത് പുനഃസംഘടന പുതിയത് പഴയതാണ്. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാര്യങ്ങളെ ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ച ആര്? ദാദാഭായ് നവറോജി. കപ്ലോട്ടിയ തമിഴൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്? വി.ഒ. ചിദംബരം പിള്ള.